അവസാനം അറിയാൻ പറ്റിയത്? മത്സരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും? അല്ല, അവിടുന്ന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അവിടുന്ന് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. അതാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും നോമിനേഷൻ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നോമിനേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് അവിടുന്ന് ഒരു തീരുമാനം വന്നിട്ട് മാത്രമാണ് ഇനിയുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാറ്? അവിടുന്ന് ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടുന്നില്ല. നേതാക്കൾ എന്താ പറയുന്നത്? അല്ല, എനിക്ക് ഇന്നലെ വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട് ചർച്ചകൾ അങ്ങനെ മുമ്പോട്ട് പോയല്ലോ. ഇനിയിപ്പോ ഇന്ന് രാവിലെ ഇന്നിപ്പോ എന്തെങ്കിലും ഒരു അറിയിപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയിപ്പ് എന്ത് തന്നെ ആയാലും പ്രവർത്തനം ശക്തമായി തന്നെ ഉണ്ടാകും. കൊച്ചി ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ചില സമവായങ്ങളൊക്കെ വേണ്ടി സംസാരിച്ചു എന്ന് പറയുന്നു. മറ്റേ ഭരണം ഇല്ല, അങ്ങനത്തെ ഒന്നും അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അജണ്ട. ഞാൻ ക്യാമ്പയിൻ കമ്മിറ്റി അംഗം കൂടി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ മുഴുവൻ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന ആ ടീമിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. അതിനോടൊപ്പം ഇത് മറ്റ് എന്തെങ്കിലും ഒരു തീരുമാനമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചി തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഞങ്ങളുടെ. ഞങ്ങൾ ഇപ്രാവശ്യം കൊച്ചി തിരിച്ചു പിടിക്കും. UDF-നൊപ്പമായിരിക്കും കൊച്ചി. ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും കൊച്ചി നമ്മൾ തിരിച്ചു പിടിക്കും. മത്സരിക്കാൻ തയ്യാറായിട്ടാണ്. അതെ, അത് ഫ്ലെക്സ് ബോർഡ് സ്വാഗതം എന്നുള്ള ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നുള്ളത് അതൊരു വലിയ കാര്യമല്ല. അദ്ദേഹം DCC പ്രസിഡന്റും കൂടിയാണ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ധാരാളമുള്ള സ്ഥലമാണ് കൊച്ചി. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഒരു ഫ്ലെക്സ് എക്സ്ട്രാ വെച്ചു എന്ന് വെച്ചിട്ട് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തോ? അടിച്ച പോസ്റ്ററുകളൊക്കെ അല്ല, ഒട്ടിക്കാനുള്ള സമയമായിട്ടില്ലല്ലോ. നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വളരെ സമയം വൈകി എന്നുള്ളത് കൊണ്ട് അതിന്റെ അകത്തൊരു ഡിലേ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ചില പ്രാഥമിക വർക്കുകൾ ഞാൻ നേരത്തെ ചെയ്തു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അത് ഒരു രണ്ടുപേരുടെ പേര് ഒരു സ്ഥലത്തേക്ക് ചർച്ച വരുമ്പോൾ അത് ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ അകത്ത് ഫൈനലൈസ് ചെയ്ത് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്ന് വെച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൂടാ എന്നർത്ഥമില്ല. അതിപ്പോ ഷിയാസും തീർച്ചയായിട്ടും മറ്റ് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്, ഞാനും നടത്തിയിട്ടുണ്ട്. ഇല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ, പരിഗണിച്ചാൽ. നിങ്ങൾക്കറിയില്ലേ ആ ലിസ്റ്റില് ഇന്നലെ വരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പേര് ഞങ്ങൾ രണ്ടുപേരുടെയും പേരുകളാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരുങ്ങിയത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ഇത് വന്നതുകൊണ്ടാണ് ഞാൻ 2 ദിവസം മുമ്പ് മറ്റ് പ്രാഥമിക തയ്യാറെടുപ്പുകളിലേക്ക് കടന്നത്. ചേച്ചി, മറ്റൊരു വാർത്ത കണ്ണൂരിൽ നിന്ന് വരുന്നത് കെ സുധാകരൻ പുതിയ പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു, ആ രീതിയിലുള്ള വാർത്തകളൊക്കെ. എനിക്ക് തോന്നുന്നില്ല കെ സുധാകരൻ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ നെടുന്തൂണാണ്, കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ നെടുന്തൂണാണ്. അദ്ദേഹം ഇല്ലാതെ ഒരു കണ്ണൂർ രാഷ്ട്രീയം ഇല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. അദ്ദേഹം കോൺഗ്രസിനോട് അത്രയധികം സ്നേഹം പുലർത്തുന്ന, അവിടെ അറിയാലോ കണ്ണൂർ രാഷ്ട്രീയത്തില് നമ്മുടെ ചെറുപ്പക്കാരെ അവരെ കൂട്ടി നിർത്തിക്കൊണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ആ വ്യക്തിയാണ് കെ സുധാകരൻ. അദ്ദേഹം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമോശം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായിട്ട് വലിയ നിരാശയുണ്ടായിരിക്കും. മേയറായിട്ട് പരിഗണിച്ചിരുന്നു, MLA സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിക്കുന്നില്ല, സ്ഥാനാർത്ഥിയാകാൻ പറ്റുന്നില്ല. അപ്പൊ മുന്നോട്ട് എങ്ങനെയായിരിക്കും? പാർട്ടിയിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരിച്ചടി വരുമ്പോൾ എന്തൊരു തീരുമാനം? എനിക്ക് അതൊരു തിരിച്ചടി എന്ന് തോന്നുന്നില്ല. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില തീരുമാനങ്ങൾ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെ ഒന്ന് തിരിച്ചടിയായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ മറുവശത്ത് ഞാൻ സംഘടനാ തലത്തിൽ KPCയുടെ ജനറൽ സെക്രട്ടറിയാണ്, AICCയുടെ അംഗമാണ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയിലെ അംഗമാക്കിയിരിക്കുന്നത്. സംഘടനാ തലത്തിൽ പാർട്ടി എന്നെ വളരെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ ഇനിയിപ്പോ UDF-നെ എങ്ങനെ വിജയിപ്പിക്കാം? ഞാൻ നിൽക്കുന്ന മേഖലയിൽ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിക്കുന്ന മേഖലയിൽ ഇപ്രാവശ്യം ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ, ആ പ്രധാന ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പൊ അതനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കും തീർച്ചയായിട്ടും എന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അല്ല, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നെ അങ്ങനെ വെട്ടാൻ വേണ്ടി ആരും നിന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പല സാഹചര്യങ്ങളാണല്ലോ, പലരെയും പല സ്ഥലങ്ങളിൽ അക്കമഡേറ്റ് ചെയ്യുമ്പോൾ. ഇപ്പൊ സിറ്റിംഗ് MLA-മാരെ
പരിഗണിക്കണമെന്ന് പൊതു തീരുമാനം വരുന്നു. അത് അങ്ങനെ ഒരു തീരുമാനം വന്നതുകൊണ്ടാണ് തൃക്കാക്കരയിൽ തുടർന്നും അവിടെ നിൽക്കാൻ അവിടുത്തെ സിറ്റിംഗ് MLA ക്ക് കഴിഞ്ഞത്. തൃക്കാക്കരയാണ് ഞാൻ ചോദിച്ചിരുന്ന സീറ്റ്. അവിടെ സിറ്റിംഗ് MLA തുടരുന്നു എന്നുള്ളത് കൊണ്ട് അവർ തുടരുന്നു. അപ്പൊ മറ്റൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് പാർട്ടി പറഞ്ഞപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്ക് ഞാൻ വന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അതിനി ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്ത കാര്യത്തിലേക്ക് പോകും. അത് പാർട്ടിയാണ് നിശ്ചയിക്കേണ്ടത്. നമ്മളൊക്കെ പാർട്ടിയുടെ ആയുധങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്നത് പാർട്ടിയിൽ ഒരു പദവിയും ലഭിക്കാത്ത നൂറുകണക്കിന് ആളുകൾ, ഇപ്പോ എന്റെ അത്രയും പോലും പദവികൾ ലഭിക്കാത്ത, എന്നേക്കാൾ അധികം പ്രവർത്തിച്ച, എന്നേക്കാൾ അധികം എക്സ്പീരിയൻസ് ഉള്ള നിരവധി ആളുകളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അങ്ങനെയുള്ള ഈ പാർട്ടിയിൽ ഇന്നും നിലനിൽക്കുന്ന, ഒരു പദവിയും ഇല്ലാതെ നിലനിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഉള്ളപ്പോൾ എനിക്ക് കിട്ടിയതെല്ലാം ധാരാളമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ ഒരു പ്രതിനിധി കൂടിയാണ് ഞാൻ. എല്ലാവർക്കും മത്സരിക്കാൻ കഴിയില്ല. അപ്പൊ മത്സരിക്കാൻ പറ്റാത്ത ആളുകളുടെ എല്ലാവർക്കും അങ്ങനെ വികാരം ഉണ്ടായി കഴിഞ്ഞാൽ ആകെ കുറച്ച് ആളുകൾക്ക് മത്സരിക്കാൻ പറ്റുള്ളല്ലോ. അപ്പൊ പാർട്ടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നതാണ്. പട്ടിക നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. പട്ടിക നോക്കുമ്പോ സ്ത്രീകൾ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് 11ഓളം സ്ത്രീകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും പട്ടിക വരാനുണ്ടല്ലോ. അല്ല, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇത് കിട്ടിയില്ല, അതുകൊണ്ട് ഇന്നത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പാർട്ടിക്ക്. പക്ഷെ ഞാൻ എന്നെ പാർട്ടി എന്തായാലും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്, ഇനിയും ഏൽപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഷിയാസാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഷിയാസിന് തീരുമാനം വന്നിട്ടില്ല, വരികയാണെങ്കിൽ ഷിയാസിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇറങ്ങുകയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും. അതല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ ഷിയാസിന് വേണ്ടി മാത്രമല്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അംഗമെന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്തുടനീളം UDF-നെ വിജയിപ്പിക്കുക എന്നുള്ള ദൌത്യമാണ്. അതിലൊന്നാണ് ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. എനിക്കറിയില്ല, അത് അതിന്റെ മറുപടി സഭയാണ് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.